Below you write, in a closed figure, perimeter is the distance around its boundary. In a closed figure, perimeter is the distance around its boundary. Perimeter is the distance around its boundary. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ഡ് ഫിഗറിന്റെ ബൗണ്ടറിയുടെ ആ ലെങ്ത്, ആ ഡിസ്റ്റൻസിനെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. പെരിമീറ്റർ ഈസ് ദ ഡിസ്റ്റൻസ് around its boundary. Below you write area. Area. Next heading, area. Area is the region. Area is the region covered by. Area is the region covered by its boundary. Covered by its boundary. Okay. Then you can draw one rectangle and mark it. Now, area എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻസൈഡ് റീജിയൻ അല്ലേ? ഈ ബൗണ്ടറിയുടെ ഉള്ളിൽ വരുന്ന പോർഷനാണ് ഏരിയ. സോ യു ക്യാൻ റൈറ്റ്, ഇതാണ് നമ്മളുടെ ഏരിയ എന്ന് പറഞ്ഞത്, ഇതിന്റെ അകത്തെ പോർഷൻ. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുമുള്ള ഈ ലൈനിന്റെ ലെങ്ത്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ബൗണ്ടറി ലെങ്ത് വരുന്നത്. ഓക്കെ, ദീസ് ഓൾ ആർ യെസ് ബൗണ്ടറി, or otherwise we can call it as perimeter. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുമുള്ള ബൗണ്ടറീസ് ആഡ് ചെയ്യണത്. ഏരിയ മീൻസ് ഇൻസൈഡ് ഓഫ് ദാറ്റ് റീജിയൻ. ഓക്കെ, സോ യു മാർക്ക് ഇറ്റ്. ദാറ്റ് ബൗണ്ടറി ലെങ്ത് ഈസ് പെരിമീറ്റർ ആൻഡ് ഇൻസൈഡ് റീജിയൻ ഈസ് ഏരിയ. ജോൺ എങ്ങോട്ട് പോണു? സ്കെയിൽ എടുക്കാൻ പോയതാ. ഓക്കെ ഓക്കെ. All of you draw it? Yes, ma'am. Okay, so all of you remember the difference between perimeter and area. Padmalakshmi, can you say once more what is the difference between area and perimeter? Padmalakshmi. Yes, miss. Okay, what is perimeter? Perimeter is the boundary. Perimeter is the boundary line. The boundary length. Okay. Then area is the inner inside of that boundary. Okay, region inside of that boundary, that is area. അത് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ഓർത്ത് വെക്കണം. ബൗണ്ടറിക്ക് പെരിമീറ്റർ എന്ന് പറയും, അകത്തുള്ള പോർഷന് ഏരിയ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പം ഓക്കെ, ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, നമ്മളുടെ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ യൂസ് ചെയ്യണ പോലത്തെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് അതിനകത്ത് ഏരിയ ആണോ പെരിമീറ്റർ ആണോ കാണേണ്ടതെന്ന് ഡൗട്ട്സ് വരരുത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം ഇപ്പം then if there is a room, I wish to tile that room, then what is the amount for tiling the room എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഏരിയ ആണോ പെരിമീറ്റർ ആയിരിക്കുമോ കാണേണ്ടത്? ഏരിയ. ഓക്കെ, നമ്മളൊരു റൂം ടൈൽ ചെയ്യാന്ന് പറയുമ്പോൾ റൂമിന്റെ ഉള്ളിലുള്ള പോർഷനാണ് ടൈൽ ചെയ്യണത്. സോ ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഏരിയ. അല്ലെങ്കിൽ അതർവൈസ് then I have one garden and I wish to fence the garden എന്ന് പറഞ്ഞാലോ? ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ബൗണ്ടറി മാത്രം ചെയ്താൽ മതി. ഇപ്പൊ ഗാർഡൻ അകത്തല്ല നമ്മൾ ഫെൻസ് ഉണ്ടാക്കുന്നത്, ഗാർഡന്റെ ബൗണ്ടറിയില്ല. ഓക്കെ, അതുപോലെ ടൈൽ ഇടുന്നത് നമ്മളെ റൂമിന്റെ ചുറ്റുമല്ല, റൂമിന്റെ അകത്താ. ഓക്കെ, ദാറ്റ് വേ ദ ഡിഫറൻസ് യു റിമെമ്പർ. ഓക്കെ, ഓൾ ഓഫ് യു ഗോട്ട് ഇറ്റ്? Yes, miss.
പുറത്ത് വീടിന്റെ പുറത്ത് ഓക്കെ, വീടിന്റെ പുറത്താണേലും ആ ഒരു റീജിയൻ, ആ ഒരു ബൗണ്ടറിക്ക് അകത്തല്ലേ നമ്മൾ ഇടുന്നത്. ബൗണ്ടറിയുടെ ചുറ്റുമല്ലല്ലോ ടൈൽ ഇടുന്നത്, മുറ്റം മുഴുവൻ ഇടുവല്ലേ. ആ ഓക്കെ, സോ ദാറ്റ് യു റിമെമ്പർ. നൗ ദ ഷേപ്പ് ഓഫ് അവർ area, is it a rectangle? Inside of that rectangle or otherwise only the boundaries, that you remember. So before that we can write the formula of that perimeter and area of a rectangle and a square. All of you remember the formula? Yes, miss. Okay, so Yes, miss. here you write shape, then perimeter and area. Then the shape, is it a rectangle? A rectangle. What is the formula of perimeter of a rectangle? 2 into L plus B. Okay, 2 into L plus B. And area is? L into B. L into B. Okay, then for a square, what is perimeter? 4 into 4 into side. 4 into side. 4s എന്ന് എഴുതാം, അല്ലെങ്കിൽ 4 into side. Then area is? Side into side. Side into side. ഇത് ഞാൻ എസ് എന്ന് എഴുതിയിരിക്കുന്നത് 5 അല്ല, സൈഡ് ഇൻറ്റു സൈഡ്. ഇനി ഡൗട്ട് ഉള്ളവർ സൈഡ് എന്ന് തന്നെ എഴുതിക്കോ, എസ് ഇൻറ്റു എസ്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനി വീണ്ടും നമുക്ക് ഒരു സർക്കിളിന്റെ പെരിമീറ്റർ ആൻഡ് സർക്കിളിന്റെ ഏരിയ. Did you study that formula, area of a circle? Yes, miss. No, miss. Area of a circle നിങ്ങൾ പഠിച്ചിട്ടില്ല. That is circumference. Okay, circumference of a circle. Did you study circumference of a circle? Yes, Yes, miss. miss. 2 pi r. What is yes, miss. the formula? 2 pi r. 2 pi r. Yes, that you listen. The circumference of a circle means that is actually the boundary length. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ ഇതിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ചുറ്റുമുള്ള ലെങ്താ അല്ലെ. ഇവിടെ മുതൽ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ, ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് വീണ്ടും തിരിച്ച് അവിടെ തന്നെ വരണം, ആ ലെങ്ത് ആണ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞത്. ബൗണ്ടറി ലെങ്ത് ഓഫ് ദാറ്റ് സർക്കിൾ. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് പെരിമീറ്റർ എന്ന് തന്നെ പറയാം. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് നോൺ ആസ് സർക്കംഫറൻസ്. Okay, so that formula you remember, that is 2 pi r. Alle, what is the value of that r? What is the meaning of r? Radius. Radius പറഞ്ഞാൽ സർക്കിളിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് അല്ലെ. സർക്കിളിന്റെ ഫ്രം സെന്റർ ടു ബൗണ്ടറി, that length is known as center to any point of a yes. circle. Okay, സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് സെന്ററിൽ നിന്ന് വരയ്ക്കണ ആ ലൈനിന്റെ ലെങ്ത് ആണ് റേഡിയസ്. ഓക്കെ, ഇതെല്ലാം അപ്പൊ റേഡിയസ് ആയിരിക്കും. then what is that pi? ഈ പൈ എന്താ? what is the value of pi? 3.14. pi is 3.14. ഡെസിമലിൽ പറയുവാണെങ്കിൽ 3.14 എന്ന് പറയാം, ഫ്രാക്ഷനിൽ പറയുവാണെങ്കിൽ 22/7 എന്ന് പറയാം. ഓക്കെ, അപ്പം ഏത് സർക്കിളിന്റെ ഈ ബൗണ്ടറി ലെങ്ത് കിട്ടണമെങ്കിലും നമ്മൾക്ക് ഈ ബൗണ്ടറി ലെങ്ത് കാണാൻ ഒരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല, ഒരു ടേപ്പ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ദർ ഈസ് വൺ മെത്തേഡ്, ടേപ്പ് വെച്ച് വേണമെങ്കിൽ മെഷർ ചെയ്യാം, ഒരു സ്കെയിൽ വെച്ച് നോർമലി വി കാൺ മെഷർ ദ ലെങ്ത്. അപ്പൊ നമ്മൾ ചെയ്യണത് ഒരു ത്രെഡ് എടുക്കണം. ഒരു ത്രെഡ് എടുത്തിട്ട് നമുക്ക് ഈ സർക്കിളിന് ചുറ്റും ആ ത്രെഡ് ഇങ്ങനെ വെക്കാം. ദെൻ ആ ത്രെഡ് പോയി ഒരു സ്കെയിലിലോ ടേപ്പിലോ വെച്ചാൽ വി വിൽ ഗെറ്റ് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ബൗണ്ടറി. That is clear? Yes, miss. Okay. അപ്പോൾ ഒരു ചെറിയ സർക്കിൾ ഒക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് ഈസി. ഒരു ചെറിയ സർക്കിളിലാണെങ്കിൽ നമുക്കൊരു ത്രെഡ് വെച്ചിട്ട് അതിന്റെ മെഷർമെന്റ് എടുക്കാൻ ഈസിയാ. പക്ഷെ ഒരു വലിയ സർക്കിൾ ആണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഈസി ഫോർ മെഷറിംഗ് ദീസ് വേ ബൈ യൂസിങ് ത്രെഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ ബൗണ്ടറിയിലോട്ടുള്ള ലെങ്ത് നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാം ബൈ യൂസിങ് എ ടേപ്പ്. ഓക്കെ, എത്ര വലിയ സർക്കിൾ ആണെങ്കിലും ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ബൗണ്ടറിയിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്. ദാറ്റ് സ്ട്രെയിറ്റ് ലൈൻ വി ക്യാൻ മെഷർ ബൈ യൂസിങ്
a tape or scale. Okay, അപ്പൊ ഈ മെഷർമെന്റ് കിട്ടിയാൽ ഏത് സർക്കിളിന്റെയും ഈ റേഡിയസ് കിട്ടിയാൽ then that radius ന്റെ ഡബിൾ എടുക്കണം, that is 2r, and you multiply that with 3.14. That will be the boundary length of that circle. Okay, all of you got it? Yes, miss. Yes, miss. Okay, that way we can find the circumference of that circle. Okay, അപ്പം സർക്കിളിന്റെ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ റേഡിയസിനെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ we will get the circumference of that circle. The same way we can find area of a circle. There also you studied one formula. Pi r That is square. area of circle. Pi r square. That is area of a square circle. അപ്പോൾ റേഡിയസിന്റെ സ്ക്വയർ ചെയ്തിട്ട് അതിനെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ we will get area of a circle. അപ്പോൾ അതുകൂടെ നിങ്ങൾ ഇവിടെ എഴുതി വെച്ചോ, area of a then ഷേപ്പ് സർക്കിൾ എഴുതണം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പെരിമീറ്റർ എന്ന് പറഞ്ഞ പേരാണ് സർക്കംഫറൻസ്. Circumference, that is 2π r, and area of the circle, that is pi r square. If you know this much, ഇത്ര അറിയാമെങ്കിൽ നമുക്ക് most of the questions we can answer from that exercise 11.1. ഇതെല്ലാം നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. So that means this 11.1, that is actually a revision of last year's portion. All of you copied this much? Yes, miss. Okay, so we can move to exercise 11.1. So all of you take your textbook, and 11.1 you take. From there, the first question you listen. Okay, you can copy the question as a homework. പിന്നെ എഴുതിയാൽ മതി. Read that question and we can start to write the answer. So 11.1. exercise 11.1. Main question number, that is question number 1. Okay, the question is this way: a square and a rectangular field with the measurements are given in the figure have same perimeter. Which field has a larger area? Can you find? Yes, miss. Okay, then for a square, in case of square, the side of the square is given. If side of the square is given, can you find the area? Yes, miss. Yes, Okay. miss. What is the formula for area of square? Side Side side. into side. Side into side. Okay, അപ്പം ആദ്യത്തെ കേസിൽ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ അവിടെ കണ്ടുപിടിക്കാം. ഇനി വിച്ച് ഫീൽഡ് ഹാസ് ലാർജർ ഏരിയ എന്നാ ചോദിച്ചത്. ഓക്കെ, ഈ സ്ക്വയറിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം, കാരണം ഇവിടെ സ്ക്വയറിന്റെ സൈഡ് 60 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, എല്ലാ സൈഡിലും 60 മീറ്റർ ആയിരിക്കും. ദാറ്റ് മീൻസ് എസ് ഈസ് 60 മീറ്റർ. അപ്പൊ അത് കണ്ടുപിടിക്കാം. ബട്ട് ഇൻ കേസ് ഓഫ് ദാറ്റ് റെക്ടാംഗിൾ യു ലിസൺ, the length is given 80 meter എന്ന് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. Then is the breadth given? No. No. Breadth is not given. Breadth നമുക്ക് തന്നിട്ടില്ല. അപ്പം breadth നമ്മൾ കണ്ടുപിടിച്ചാലേ we can find the area of that rectangle. Okay, can you say what is the method for Miss, finding this breadth? This square and that rectangle have same measurements. We know that in the square all sides Same are measurements. equal. Perimeter. Same perimeter. Same perimeter. So Okay, the two. Same Yes. perimeter. so we can find the perimeter of the square easily because one side is already given. So perimeter Okay. of the square is equal to 4 into side. So that same Okay. will be the perimeter of that rectangle. So if we know the perimeter and length, then we can find the breadth. Okay, so by that way we can find the breadth ആദ്യം കണ്ടുപിടിക്കണം. ഈ റെക്ടാംഗിളിന്റെ breadth we can find, from there we can find the area of that rectangle. So here we have to compare the area of that square and rectangle. But area of the square we can find, but for finding area of rectangle we have only length. So we should find breadth of that rectangle. Okay, breadth കാണണമെങ്കിൽ first we can find perimeter of that square. Then perimeter of square and perimeter of rectangle is same. That is given in our question. By using that clue, we can find breadth of that rectangle. അവിടെ നിന്ന് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പ് എഴുതാം.
So first you write side of the square. Side of square, that is 60 meter. Then side കിട്ടിയാൽ we can find the perimeter of square. Then every places you should give the formula 4 into side, that is 4 into 60, that is equal to 240. 240 meter or meter square. What is the unit? Meter. Meter. Area only ഏരിയയുടെ യൂണിറ്റ് ആണ് മീറ്റർ സ്ക്വയർ ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 4 സൈഡും കൂടെ ആഡ് ചെയ്യുകയോ ചെയ്യണത്. 60 മീറ്റർ പ്ലസ് 60 മീറ്റർ പ്ലസ് 60 മീറ്റർ, അങ്ങനെ 4 ടൈംസ് വി ആഡ്. അപ്പം യൂണിറ്റ് മീറ്റർ തന്നെയായിരിക്കും. ഏരിയ കാണുമ്പം വി മൾട്ടിപ്ലൈ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, അതുകൊണ്ടാണ് മീറ്റർ സ്ക്വയർ വരുന്നത്. ഓക്കെ, അപ്പൊ പെരിമീറ്റർ ഓഫ് സ്ക്വയർ കിട്ടി. അത് തന്നെയായിരിക്കും perimeter of rectangle, that is given in our question. So you can write perimeter of rectangle. Perimeter of rectangle, that is equal to perimeter of square, that is equal to 240. Ini length of rectangle, that is given. Length of rectangle is 80 meter. Then perimeter and length is given. Then how can you find the breadth of a rectangle? By using these two formulas. Yes. P divided by 2 minus L. That is the formula for breadth of a rectangle. Perimeter length തന്നാൽ breadth കാണാൻ B is equal to P by 2 minus L എന്ന് എഴുതും. ഇനി നമുക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ breadth തന്നിട്ടുണ്ടെങ്കിൽ P by 2 minus B എഴുതും. ഓക്കെ, ഈ ഫോർമുല നിങ്ങൾ മാർജിനിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ രണ്ട് ഫോർമുലയും നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മളുടെ മെയിൻ ഫോർമുല P is equal to 2 into L plus B എന്നുള്ള ഫോർമുലയിൽ നിന്നാണ്. By deriving, we can find the formula of B and L. So now here we can use the formula for breadth. Breadth is equal to P by 2 minus L. Here P is 240. So we can give 240 by 2 minus 80. That is 240 by 2 is 120. minus 80. That is equal to 40. Okay. All are so weak in this way the calculation. നിങ്ങളുടെ സ്പീഡ് വളരെ മോശമാണ് കേട്ടോ മെന്റൽ മാത്സിൽ. ഓക്കെ, 120 minus 80, that is 40 meter. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും കിട്ടി. അപ്പൊ ബ്രെഡ്ത്ത് ഇവിടെ 40 meter ആണെന്ന് കിട്ടി. So we can find area of that rectangle. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് സ്ക്വയറും ഏരിയ ഓഫ് റെക്ടാംഗിളും കൂടെയാണ് കമ്പയർ ചെയ്യേണ്ടത്. So below we can write area of square. Area of square, that is സ്ക്വയറിന്റെ ഏരിയ കാണണമെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്. Side is 60. So 60 into 60. What is 60 into 60? 3,600. Okay. 6 times 6, 36 and 2 more zeros. So 3,600 meter square. Because 60 meter 60 meter കൊണ്ട് multiply ചെയ്തു. അപ്പം 3,600 meter square. അതുപോലെ area of rectangle. Below you write area of rectangle. That is equal to L into B. അപ്പോൾ ഈ ഫോർമുല എല്ലാം നമ്മൾ തെറ്റിപ്പോവാതെ ഓർത്തിരിക്കണം. Then you apply the value in that formula. That is only. Then here length is 80 and breadth is 40. So 80 times 40. What is that? 3,200. Okay, 8 fours. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ കാൽക്കുലേഷൻ ഒക്കെ അറിയാം. നിങ്ങൾ മിണ്ടാതിരുന്ന അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഓക്കെ. So 3,200 meter square.
Okay, now comparing these two, area of square and area of rectangle, what do you think, which is large, which has larger area? Okay, by comparing these two, we can see area of square, that is large. Alangil square has larger area. So below you write, area of square is large. Alangil square has larger area. Anyway, you write. എന്താണോ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അവിടെ വരെ നിങ്ങൾ ചെയ്ത് അതിന്റെ ലാസ്റ്റ് ആൻസറിൽ വരെ എത്തിക്കണം. എവിടെയെങ്കിലും വെച്ച് ഇവിടെ വരെ എഴുതി കഴിഞ്ഞ് നിർത്തി കളയരുത്. ദെൻ ഇത്രയും സ്റ്റെപ്സ് എഴുതിയാലേ നമുക്ക് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. നോർമലി മെൻസുറേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നോർമലി എല്ലാ ക്വസ്റ്റ്യനും 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം ഇത്രയും സ്റ്റെപ്സും കാൽക്കുലേഷനും ഒക്കെ വരണമുണ്ട്. 3 or 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. സിമ്പിൾ ആയിരിക്കും, പക്ഷെ നിങ്ങൾ കാൽക്കുലേഷൻ തെറ്റിക്കാതെ, ഫോർമുല തെറ്റിക്കാതെ ചെയ്തു പോയാൽ മതി. Miss, can we second question? Okay. Okay, ഇത്രയും ചെയ്തു കഴിഞ്ഞവർക്ക് ലീവ് സ്പേസ് ഫോർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് ഇട്ടിട്ട് യു ക്യാൻ സ്റ്റാർട്ട് ടു റൈറ്റ് ദ ആൻസർ. Okay, the question is this way. Mrs. Kaushik has a square plot with the measurement shown in the figure. She wants to construct a house in the middle of the plot. A garden is developed around the house. Find the total cost of developing a garden around the house at the rate of ₹55 per meter square. ഓക്കെ, അപ്പൊ വീടുണ്ടാക്കുന്ന പൈസയൊന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ട, ഓൺലി ഗാർഡൻ സെറ്റ് ചെയ്യണ പൈസ മാത്രം നമ്മൾ നോക്കിയാൽ മതി. വീടൊക്കെ എഞ്ചിനീയേഴ്സ് ചെയ്തോളും. നിങ്ങളുടെ ജോലി അതിന് ചുറ്റും ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആർ യു റെഡി? ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഹൗസ് ഒക്കെ ചെയ്യണം. എഞ്ചിനീയർ ആയി കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് ഗാർഡൻ ചെയ്ത് തുടങ്ങാം. അപ്പം ഗാർഡന്റെ ഏരിയ ഹൗ ക്യാൻ വി ഫൈൻഡ്? By looking on that figure, that is clear. The outer measurements are given. അതൊരു സ്ക്വയർ പ്ലോട്ട് ആണ്. സ്ക്വയർ പ്ലോട്ടിൽ 25 മീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയർ പ്ലോട്ട് ആണ്. അതിനകത്ത് ഹൗസ് ചെയ്ത് കഴിയുമ്പം ഹൗസിന്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദാറ്റ് ഹൗസ്? Rectangle. ഓക്കെ, ഒരു സ്ക്വയർ പ്ലോട്ടില് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഹൗസ് ആണ് ചെയ്തത്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഉള്ള ഏരിയ ആണ് നമ്മൾ ഗാർഡൻ ആക്കേണ്ടത്. ഓക്കെ, സോ ഹൗ ക്യാൻ യു ഫൈൻഡ് ദാറ്റ് ഇൻ ബിറ്റ്വീൻ ഏരിയ? ഹു ക്യാൻ സേ? One side is 25 minus 15. വാട്ട് ഈസ് ദ ആക്ച്വൽ മെത്തേഡ്? അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിനകത്ത് ഇതുപോലെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ഈ റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഹൗസ്. ഓക്കെ, നമ്മളുടെ ഗാർഡൻ വന്നിരിക്കുന്നത് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ആ റീജിയനിലാണ്. ഓക്കെ, ഇത്രയും ഈ സ്പേസിന്റെ വിഡ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സ്പേസിന്റെ വിഡ്ത്താണ് കാണേണ്ടത്. ഓക്കെ, ഇത് 25 and 25 ഉള്ള സ്ക്വയർ ആണ്. ഈ ഹൗസിന്റെ ലെങ്ത് 20 മീറ്ററും ബ്രെഡ്ത്ത് 15 മീറ്ററും ആണെന്ന് തന്നിട്ടുണ്ട്. Okay, then how can you find area of that shaded Area of square minus area of rectangle. Area of square very minus area of Area of house. square minus or So then area we of will find rectangle. the area of the Okay. garden placement. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ആ ലാർജ് ഏരിയ, ഔട്ടർ ഏരിയ കാണണം. അതിനകത്തുനിന്ന് ഹൗസിന്റെ ഏരിയ മാറ്റി കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളൊരു വലിയ സ്ക്വയറിനകത്തുനിന്ന് ഒരു ചെറിയ റെക്ടാങ്കിൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള പ്ലേസ്, അത് ആ ഷേപ്പാണ് നമ്മളുടെ ഗാർഡൻ. Okay, that way you imagine. Okay, in a paper, then if you draw that way one square shape and in between the rectangular shape you cut and remove. സ്ക്വയറിനകത്തുനിന്ന് ഒരു റെക്ടാങ്കുലർ റീജിയൻ നിങ്ങൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേപ്പറിന്റെ ഷേപ്പ് എന്തായിരിക്കും? അതാണ് നമ്മളുടെ ഗാർഡന്റെ ഏരിയ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഫസ്റ്റ് യു ഫൈൻഡ് ഏരിയ ഓഫ് ദാറ്റ് സ്ക്വയർ and then area of that rectangle. In between ഉള്ള റെക്ടാങ്കിളിന്റെ ഏരിയ കാണണം. then you subtract that too. അല്ലെ, വലിയ ഏരിയക്ക് അകത്തുനിന്ന് ചെറിയ ഏരിയ റിമൂവ് ചെയ്താൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഏരിയ കിട്ടും. so we can find that area of garden. so below you write
Area of square. Area of അല്ലെങ്കിൽ side of square എന്ന് എഴുതി വെച്ചു ആദ്യം. Side of square. Then all of you draw this figure also. ഈ figure ഒന്ന് വരച്ചിട്ടാൽ everything is very simple after that. Side of square, that is 25 meter. Then area of square, that is equal to 25 side into side. Formula you write. That is 25 times 25. Then in squares എന്നുള്ള ചാപ്റ്റർ നമ്മൾ 25ന്റെ ഒക്കെ സ്ക്വയർ പഠിച്ചതാ. If anyone remember? 625. Okay. 625 meter square. That you keep it. Area of square is 625 meter square. Now we can find the area of that rectangle. അതായത് നമ്മളുടെ ഹൗസിന്റെ ആ പ്ലോട്ട്. So area of rectangle. The length and breadth is given. So L into B. Here L is 20 and B is 15. So 20 into 15, that is 300 meter square. 300 meter square. Okay, so we can find the area of that garden. Area of garden we can find by subtracting the area of rectangle from that square. So below you write area of garden. Area of garden is equal to area of square minus അത് എഴുതി വെക്കണം. Area of square minus area of rectangle. Area of square minus area of rectangle, that is 625 minus 300. That is equal to 325. Yes, 325 meter square. 325 meter square. Okay, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏരിയ കാണാനല്ല. Listen the question. Find the total cost of developing a garden around the house at the rate of ₹55 per meter square. Okay, അപ്പം 1 meter square ₹55 വെച്ച് ഈ 325 meter square എത്ര കോസ്റ്റ് ആകും അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ കോസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് ഗാർഡൻ. നെക്സ്റ്റ് സ്റ്റെപ്പ്, കോസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ്. കോസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് 1 meter square തന്നിട്ടുണ്ട്. Developing 1 meter square is equal to ₹55. Cost of developing 1 meter square is ₹55. So we can write cost of developing 325 meter square. Cost of developing 325 meter square. What is the method? 325. Okay. 1 meter square in നമുക്ക് 325 meter square ലോട്ട് പോകണമെങ്കിൽ you multiply that to 325 times 55. Okay, all of you do that calculation. And that much rupees. അത്രയും രൂപയായിരിക്കും. Miss 70,875. Yes, correct. 17,000. All of you multiply and check it. എല്ലാവരും ചെയ്ത് നോക്കണം. ആരും വെറുതെ ഇത് കോപ്പി ചെയ്ത് വെക്കരുത്. 17,875 അല്ലേ? Yes, miss. അത്രയും റുപ്പീസ്. That unit also you give. This much rupees. ഓക്കെ, അപ്പം ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് 17,875 റുപ്പീസ്. നിങ്ങൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ കാൽക്കുലേഷൻ എല്ലാവരും ചെയ്ത് നോക്കണം. ഇപ്പം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇപ്പം ആരുടെയും ആൻസർ കേട്ടിട്ട് പെട്ടെന്ന് കോപ്പി ചെയ്ത് വെച്ചാൽ നിങ്ങൾ എക്സാം ടൈം ആകുമ്പോൾ പിന്നെയും നിങ്ങൾ മടി പിടിക്കും. അപ്പം എല്ലാ ക്വസ്റ്റിൻ്റെയും കാൽക്കുലേഷൻ എല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എല്ലാം ചെയ്ത് നോക്കണം. നോക്കി ആൻസർ എഴുതാവുള്ളൂ.
ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ ഇൻ ബിറ്റ്വീൻ പോർഷൻ കാണാൻ നിങ്ങൾ ഈ മെത്തേഡ് മാത്രം നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇതാണ് ഈ ക്വസ്റ്റിനകത്ത് ഏറ്റവും മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ദിസ് വൺ, അതിനെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ടോ. ഏരിയ ഓഫ് ഗാർഡൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സ്ക്വയർ, അല്ലെങ്കിൽ ഏരിയ ഓഫ് ഔട്ടർ റീജിയൻ മൈനസ് ഏരിയ ഓഫ് ഇന്നർ റീജിയൻ. ഇപ്പൊ ഇവിടെ സ്ക്വയറും റെക്ടാംഗിളും ആണ്. അടുത്ത കേസിൽ ചിലപ്പോൾ 2 റെക്ടാംഗിൾ ആയിരിക്കും, ചിലപ്പോൾ 2 സ്ക്വയർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഔട്ടർ ഏരിയ എന്ന് ഇന്നർ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ നമ്മൾക്ക് ഇൻ ബിറ്റ്വീൻ ഏരിയ കിട്ടും. അത്ര ഓർത്ത് വെച്ചാൽ മതി. ഔട്ടർ ഏരിയ മൈനസ് ഇന്നർ ഏരിയ, ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് ഇൻ ബിറ്റ്വീൻ. ഇപ്പൊ ഇവിടെ ഒരു ഗാർഡൻ എന്ന് പറഞ്ഞു, അടുത്ത ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ അതൊരു പാത്തെന്നാകാം, ചിലപ്പോൾ ഒരു റോഡെന്നാകാം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് മാറി മാറി വരും. Now I think all of you clear this answer. എല്ലാവർക്കും ഓക്കെ ആയോ? ഇപ്പൊ ഇതിനാ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ വേറെ നമ്പേഴ്സ് ഇട്ട് തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല എല്ലാവർക്കും? Yes, miss. Okay. So we can move to the question number 3. അതോടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. Question number 3. So all of you read that question. ഇവിടെയൊക്കെ നമ്മൾക്ക് മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കാൽക്കുലേഷനും ഫോർമുലയൊക്കെ എല്ലാവർക്കും അറിയാം. So what is the method of each question? Question number 3. The shape of a garden is rectangular in middle and semicircular at the ends. ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റിന്റെ കൂടെ ഫിഗർ തന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റിനിലും അങ്ങനെ ഫിഗർ തരണമെന്നില്ല. ഇത്രയും ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾ ഫിഗർ വരയ്ക്കേണ്ടി വരും. അതിന്റെ നടുക്ക് ഒരു റെക്റ്റാങ്കിളും 2 സൈഡിലും ഒരു സെമി സർക്കിളിന്റെയും ഷേപ്പിലാണ് നമ്മളുടെ ഗാർഡൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ കാണുമ്പോൾ ഓക്കെ, ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ മനസ്സിലായി. ഇനി ഇല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് വെച്ച് യു ഇമാജിൻ ആൻഡ് ഡ്രോ ദ ഫിഗർ. ജിയോമെട്രി സെക്ഷനിൽ എപ്പോഴും നമ്മളൊരു ഫിഗർ വരയ്ക്കണം. യു ഇമാജിൻ ആൻഡ് ഡ്രോ ദ ഫിഗർ, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, സോ ഹിയർ ദ ഷേപ്പ് ഓഫ് എ ഗാർഡൻ ഈസ് ദാറ്റ് ആൻഡ് ഫൈൻഡ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദിസ് ഗാർഡൻ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഏരിയ ആൻഡ് പെരിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ ഒരു ഷേപ്പിന്റെ ഫോർമുല നമുക്ക് അറിയത്തില്ല. ബട്ട് യു നോ ദ ഫോർമുല ഓഫ് സർക്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ. അപ്പൊ അത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഫോർമുല വാല്യൂ കണ്ടുപിടിക്കാം. സോ ഓൾ ഓഫ് യു ഡ്രോ ദിസ് ഷേപ്പ് ഫസ്റ്റ്. ആദ്യം നിങ്ങൾ ആ ഷേപ്പ് ഒന്ന് വരയ്ക്കണം. ഫസ്റ്റ് യു ഡ്രോ വൺ റെക്റ്റാങ്കിൾ ആൻഡ് ആ റെക്റ്റാങ്കിളിന്റെ 2 സൈഡിലും ഒരേ വലിപ്പത്തിലുള്ള 2 സെമി സർക്കിൾസാണ്. ഒരേ വലിപ്പത്തിലുള്ള സെമി സർക്കിൾ. ദിസ് വേ യു സോറി ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. അതേ വലിപ്പത്തിൽ ഇവിടെയും ഒരു സെമി സർക്കിൾ ഉണ്ട്. ഓക്കെ, ഇനി ഈ ഷേപ്പിൽ ഈ ഗാർഡന്റെ ടോട്ടൽ ലെങ്ത് ആണ് നമുക്ക് തന്നിട്ടുള്ളത് 20 മീറ്റർ. അതായത് ഈ സെമി സർക്കിളും റെക്റ്റാങ്കിളും കൂടെ കൂടിയിട്ടുള്ള ലെങ്ത് ആണ് 20 മീറ്റർ. ഇനി ഇവിടെ ഈ ലെങ്ത് 7 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള ലെങ്ത്. അപ്പൊ ആ 7 മീറ്റർ തന്നെയായിരിക്കും ഇതും, അല്ലേ? All of you clear? Yes, miss. ഓക്കെ, അപ്പം ഈ സെമി സർക്കിളിലെ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ എടുത്താൽ ഒരു സർക്കിളിലെ സെമി സർക്കിൾ ആക്കണം. എന്താ, അതിന്റെ ഒരു ഡയമീറ്റർ വരച്ചാൽ, അല്ലെ, സെന്ററിൽ കൂടെ ഉള്ള ഒരു ഡയമീറ്റർ വരച്ചാൽ ഇപ്പൊ ഇത് സെമി സർക്കിളായി മാറി, രണ്ടും ഈക്വലായി. ഓക്കെ, ഇതിനകത്ത് ഈ ലെങ്ത് 7 ആണ്, ഡയമീറ്റർ 7 ആണെങ്കിൽ ഈ ലെങ്ത് എത്രയായിരിക്കും? ഇങ്ങോട്ട് ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് 3.5. കാരണം ഈ 7നെ ഇത് സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പൊ ഇത് ടോട്ടൽ 7 ആണെങ്കിൽ ഇത് 3.5 വെച്ചായിരിക്കും. ലിസൺ കെയർഫുള്ളി. ഡയമീറ്റർ ഈസ് 7, സോ റേഡിയസ് ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ഡയമീറ്റർ, ദാറ്റ് ഈസ് 3.5. അപ്പൊ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 3.5 ആണെങ്കിൽ അത് തന്നെയായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്തും, ബിക്കോസ് ദാറ്റ് ഈസ് ഓൾസോ എ റേഡിയസ്. ഓക്കെ, അപ്പം ഈ ലെങ്ത് 7ഉം ഇത് 7ഉം ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് 3.5 ആണ്. ഓൾ ഓഫ് യു ക്ലിയർ? മനസ്സിലാകാത്തവര് ഇതിന്റെ സൈഡിൽ ഒരു സർക്കിൾ വരച്ചിട്ട് ഒന്നുകൂടെ കാണിക്കണം. സർക്കിളിനകത്ത് അത് നോട്ട് ചെയ്യണം.
കാരണം ഇത് സെമി സർക്കിൾ ആണ്. സെമി സർക്കിളിലെ ഡയമീറ്റർ ആണ് ഈ 7 എന്ന് പറയുന്നത്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 3.5 ആയിരിക്കും. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്തും സെയിം സൈസ് ഓഫ് സെമി സർക്കിൾസ് ആണ്. അപ്പൊ ഇതും 3.5 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് റെക്ടാംഗിൾ? ക്യാൻ യു സേ? 20 minus 7. 20 minus 3.5 plus 3.5 രണ്ട് സൈഡിലും പോവില്ലേ? 3.5 രണ്ട് plus സൈഡിലും 3.5. അപ്പൊ 3.5ന്റെ 7 കുറയ്ക്കണം. 20 minus 7 that is 13 centimeter. 13 സെന്റിമീറ്റർ അല്ല, ഇതെല്ലാം മീറ്ററാ. ഓക്കെ, ഒരു ഗാർഡൻ ഒക്കെ സെന്റിമീറ്ററിൽ അളക്കാൻ പോയാൽ നമ്മളുടെ ഒരു സ്കെയിലിന്റെ അത്രേ ഉള്ളൂ. ഒരു സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ. അപ്പൊ നമ്മളുടെ ഗാർഡന്റെ ലെങ്ത് 13 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് മിനിയേച്ചർ ഗാർഡൻ ആയിരിക്കും അല്ലേ? ഓക്കെ, സുംബലു, വാട്ട് ഹാപ്പൻഡ് യു? ഒന്നും മനസ്സിലാകണില്ലേ? ഓക്കെ, യു ഇമാജിൻ ദിസ് വേ വൺ ഗാർഡൻ. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഇവിടെ ലാൻഡ് പ്ലോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരിക്കലും സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ദെൻ ആ 3.5 രണ്ട് സൈഡിലും റിമൂവ് ചെയ്ത് കഴിയുമ്പം ഒരു 7 സെന്റിമീറ്റർ ആകും. 20 7 സെന്റിമീറ്റർ റിമൂവ് ചെയ്താൽ 13 മീറ്റർ. 20 meter minus 7 meter, that is 13 meter ആണ് length of that rectangle. Then what is breadth of that rectangle? 7. That is already given. Okay, ഇവിടെ ഈ ലെങ്ത് 7 തന്നുകൊണ്ട് നമുക്ക് ഇവിടെയും 7 എഴുതാൻ പറ്റി. അപ്പൊ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദാറ്റ് റെക്ടാംഗിൾ 7 കിട്ടി. ടോട്ടൽ ഏരിയ ഓഫ് ദാറ്റ് ഗാർഡൻ ആണ് കാണേണ്ടത്. അപ്പം ഈ മിഡിൽ പോർഷന്റെ ഏരിയ നമുക്ക് കിട്ടി. ഇനി ദാറ്റ് സൈഡിൽ എന്താ ഉള്ളത്? ഒരു സെമി സർക്കിൾ ലെഫ്റ്റിലുണ്ട്, റൈറ്റ് സൈഡിൽ അതേ വലിപ്പത്തിൽ വേറൊരു സെമി സർക്കിൾ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടിയപ്പോ ആരായി? ഒരു സർക്കിൾ. ഓക്കെ, ദാറ്റ് ഈസ് എ സർക്കിൾ. ആ സർക്കിളിന്റെ റേഡിയസ് ഇപ്പൊ നമുക്കറിയാം. ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 3.5 meter. ഓക്കെ, 3.5 മീറ്റർ ആണ് ഈ സർക്കിളിന്റെ റേഡിയസ്. ഓക്കെ, അപ്പൊ സർക്കിളിന്റെ റേഡിയസ് അറിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഏരിയ ഓഫ് ദാറ്റ് സർക്കിൾ. ഓക്കെ, അപ്പം പൈ ആർ സ്ക്വയർ എന്നുള്ള ഫോർമുല വെച്ച് ഈ സർക്കിളിന്റെ റേഡിയസ് ഏരിയ കണ്ടുപിടിക്കാം. ഈ സർക്കിൾ ആയത് രണ്ട് സൈഡിലുള്ള സെമി സർക്കിൾസ് രണ്ടും കൂടെ നമ്മൾ അടുപ്പിച്ച് വെക്കുമ്പം നമുക്ക്, അല്ലെങ്കിൽ ഒരു സെമി സർക്കിളിന്റെ ഏരിയ കാണണം, വീണ്ടും അതിന്റെ ഡബിൾ ചെയ്താൽ മതി. അതിന് പകരം രണ്ട് സെമി സർക്കിളും കൂടെ കൂടി ഒരു സർക്കിൾ ആണെന്ന് വിചാരിച്ചാൽ ദാറ്റ് ഈസ് മോർ ഈസി. ഓക്കെ, അപ്പൊ ഈ ഫോർമുല നമുക്ക് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ റെക്ടാംഗിളിന്റെ ഏരിയ കിട്ടി, സർക്കിളിന്റെ ഏരിയ കിട്ടി. ബൈ ആഡിങ് ദാറ്റ് ടു വി ക്യാൻ ഫൈൻഡ് ടോട്ടൽ ഏരിയ ഓഫ് ദാറ്റ് ഗാർഡൻ. Now, how many of them are confident to find the answer of this question now? ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ളവര് can you find? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ക്ലാസ്സിൽ നല്ലപോലെ ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും ഇപ്പൊ ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ കംപ്ലീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 ആസ് എ ഹോംവർക്ക്. എല്ലാവരും ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ച് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ഈ 3 questions എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ഇതിന്റെ ഫിഗർ നിങ്ങൾ വരച്ചു വെക്കണം. Then we can find area of garden is equal to area of square plus area of circle എന്ന് എഴുതി വെച്ചോ. Area of garden is equal to area of square plus area of circle. ആ സർക്കിൾ എങ്ങനെയാ കിട്ടിയതെന്ന് ഡൗട്ട്സ് ഉള്ളവർ ഒന്നുകൂടെ ആലോചിക്കുക. അവിടെ രണ്ട് സെമി സർക്കിൾസ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ